രാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ചടങ്ങിനൊപ്പം ഒരു വലിയ സമ്മാനക്കൂടായി മാറുകയാണ് അയോധ്യ. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തുന്ന ഭക്തരെല്ലാവരും വെറും കൈയുമായി അയോധ്യയിലേക്ക് വരുന്നില്ല. ധനികരായ ഭക്തന്മാർ പണം വാരിക്കോരി നൽകുമ്പോൾ പൂക്കളും മധുര പലഹാരങ്ങളുമൊക്കെയായി സാധാരണക്കാരായ ഭക്തരും എത്തുന്നു. സമ്മാനങ്ങൾ നൽകുന്നവർക്കെല്ലാം ഒരാവശ്യം മാത്രമേയുള്ളൂ: ഇത് രാമക്ഷേത്രത്തിൽ ഉപയോഗിക്കണം. ലഭിക്കുന്ന സമ്മാനങ്ങളെല്ലാം കർസേവപുരത്തെ കാര്യശാലയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് രാമക്ഷേത്ര തീർത്ഥ ട്രസ്റ്റ്. ഗുജറാത്തിൽ നിന്നും UPയിൽ നിന്നുമാണ് ഏറ്റവും അധികം സമ്മാനങ്ങൾ ട്രസ്റ്റിന് ലഭിച്ചിരിക്കുന്നത്. വഡോദരയിൽ നിന്ന് കൊണ്ടുവന്ന 108 അടി ചന്ദനത്തിരി കഴിഞ്ഞയാഴ്ച കത്തിച്ചിരുന്നു. പ്രതിഷ്ഠാദിനത്തിൽ കത്തിക്കണമെന്നാവശ്യപ്പെട്ട് ക്ഷീരകർഷകൻ വിഹാബായ് കൃഷ്ണൻഭായ് ഭർവാഡിയാണ് ഇത് നിർമ്മിച്ചത്. 3600 കിലോ ഭാരമുണ്ട് ഈ ചന്ദനത്തിരിക്ക്. ജോധ്പൂരിൽ നിന്ന് സമ്മാനമായി ലഭിച്ച 630 കിലോഗ്രാം നെയ്യാണ് പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് ഉപയോഗിച്ചത്. ലക്ഷക്കണക്കിന് വരുന്ന ലഡു, നടന്നെത്തി സമർപ്പിക്കുന്ന പാദുകങ്ങൾ, പട്ടുവസ്ത്രങ്ങൾ, ആഭരണങ്ങൾ, വളകൾ, ഇങ്ങനെ നീളും സമ്മാനങ്ങളുടെ പട്ടിക. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.